സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഡെയിലിയുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. പോർഷൻസ് കാണാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ്നസ് കെമിസ്ട്രി ക്ലാസ്സിൽ ഹോം വീഡിയോസ് പ്ലേലിസ്റ്റ് ഉണ്ടാവും. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ ടോപ്പിക് വൈസ് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു ക്ലാസ് വൈസ് തന്നെ കാണാൻ പറ്റും. അതിൽ ഓരോരോ അതിൻ്റെ പാർട്ടായിട്ട് ഇപ്പം ഗ്രേഡ് 9 ആണ്, SSLC ആണെങ്കിലും CBSE ഗ്രേഡ് 10 ആണെങ്കിലൊക്കെ അതിൻ്റെ ഫോൾഡർ കാണാം. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് റിയാക്ഷനാണ്. ഓൾമോസ്റ്റ് വി ആർ അറ്റ് ദ എൻഡ് ഓഫ് ദി ലെസൺ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഒരു ലെസൺ തീരാനായി. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് തന്നെയാണ് വിചാരിക്കുന്നത്. സോ ഡെയിലി എടുക്കുന്ന പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് യു ഹാവ് ടു കം വിത്ത് ഫോർ ദ നെക്സ്റ്റ് പോർഷൻ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിൽ കാര്യമില്ല. സോ എന്താണ് നമ്മളിപ്പോൾ കുറേ റിയാക്ഷൻസ് പഠിച്ചു അല്ലേ? വി കംപ്ലീറ്റഡ് കോമ്പിനേഷൻ റിയാക്ഷൻ, ഡികമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, double displacement reaction and oxidation reaction, oxidation reduction reaction. So we are going to learn what is oxidation reduction reaction. ഈ ടേംസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ലൈഫിൽ കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്താണ് ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ ദാറ്റ് വി ഹാവ് ടു ഡു വൺ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? യു ക്യാൻ സീ ദ പിക്ചർ ഹിയർ. We have taken a china dish. ഒരു ചൈന ഡിഷ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ബ്രൗൺ കളർ കോപ്പർ പൗഡറാണ്, ബ്രൗൺ കളർ കോപ്പർ പൗഡർ വെച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഹീറ്റ് ചെയ്യാണ്. ആഫ്റ്റർ സം ടൈം വി ക്യാൻ സീ എ ബ്ലാക്ക് കളർ കോപ്പർ ഓക്സൈഡ് കോപ്പർ ഇസ് ഫോംഡ്. അവിടെ ഈ ബ്രൗൺ കളറുള്ള കോപ്പർ പൗഡർ മാറിയിട്ട് ഇപ്പോൾ അതൊരു ബ്ലാക്ക് കളറായിട്ട് ചേഞ്ച് ചെയ്യാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്? അതായത് നമ്മൾ ഹീറ്റ് ചെയ്യണ സമയത്ത് ദ കോപ്പർ, ഇതിലിരിക്കുന്ന കോപ്പർ കമ്പൈൻസ് വിത്ത് ദ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ, നമ്മുടെ അതിന് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇറ്റ് ഇസ് പ്രൊഡ്യൂസിങ് കോപ്പർ ഓക്സൈഡ്. എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കോപ്പർ ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണ്. ഈ കോപ്പർ ഓക്സൈഡാണ് എന്ത് കളറിൽ വരുന്നത്? ബ്ലാക്ക് കളർ. ദാറ്റ് ഈസ് വെൻ കോപ്പർ, ബ്രൗൺ കളേർഡ് കോപ്പർ, വെൻ ഇറ്റ് ഇസ് ഹീറ്റഡ് it get combines with, അവിടെ ശ്രദ്ധിക്കണം, it get combines with the oxygen present in the atmosphere and thereby it get converted into copper oxide and a black colored product is formed. ഈ black color product ആണ് എന്ത്? കോപ്പർ ഓക്സൈഡ്. അപ്പോൾ നമുക്കൊന്ന് റിയാക്ഷൻ നോക്കാം. ഇപ്പം നമ്മൾ ഈ പറയുന്നത് ഇതാണ്. കോപ്പർ ഫോർമുല അറിയാം, സിമ്പിൾ അറിയാം, Cu. When heated, it combines with oxygen. Oxygen എപ്പോഴും O2 ആയിട്ടേ ഉണ്ടാവത്തുള്ളൂ. And it will produce copper oxide. ഇതാണ് കോപ്പർ ഓക്സൈഡിൻ്റെ ഫോർമുല. അപ്പോൾ we have to check whether it's balanced. Copper 1. Here oxygen is 2. Here oxygen is 1. So in order to balance this oxygen, we have to put here 2. Since this 2 is common for both copper and oxygen, we have to balance it by giving 2 here. So 2Cu plus O2 gives 2CuO. So the reaction is copper react with oxygen to produce copper oxide. അപ്പോൾ ഇവിടെ എന്ത് റിയാക്ഷനാണ് നടക്കിയിരിക്കുന്നത്? അഡിഷൻ ഓഫ് ഓക്സിജൻ അല്ലേ? ഓക്സിജൻ ആഡ് ചെയ്തതാണ് ഏതിലേക്ക്? കോപ്പർ എന്ന് പറഞ്ഞ എലിമെൻറ്റിൻ്റെ മേലേക്ക്, ആൻഡ് കോപ്പർ ഓക്സൈഡ് ഇസ് ഫോം. So such reaction in which oxygen is added, the reaction in which the oxygen is added, then such type of reaction is known as oxidation reaction. എന്താ പറയുന്നത്? Oxidation reaction. So the reaction in which the oxygen is added and such type of reactions is called as oxidation reaction. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും റിഡക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് ഓക്സിജൻ ആഡ് ചെയ്യാണ്, ഓക്സിഡേഷൻ. ദെൻ the reaction in which the oxygen is removed, then such type of reaction is known as reduction. ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ എന്ത് പറയാണ്? റിഡക്ഷൻ റിയാക്ഷൻ. അതിനും എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത ബ്ലാക്ക് കോപ്പർ ഓക്സൈഡിനെ നമ്മൾ അതിലേക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ പാസ് ചെയ്യാണ്. എന്തായിരുന്നു? വി ആർ പാസിങ് ഹൈഡ്രജൻ. At that time it again get converted back into brown color copper oxide. What is happening there? എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക? ഓക്സിജനെ റിമൂവ് ചെയ്തിട്ട് വീണ്ടും എന്ത് കിട്ടണം നമുക്ക്? കോപ്പർ. സോ വി ക്യാൻ സീ ദ റിയാക്ഷൻ. സോ വി ഹാവ് ഹിയർ കോപ്പർ ഓക്സൈഡ്. So we are taking this copper oxide and hydrogen gas. Hydrogen എന്ന് പറയുമ്പോൾ H2. Hydrogen gases pass through this copper oxide. So it get converted into Cu plus
H2O. What is happening there? Oxygen is removed from this and it is get converted into copper. Here oxygen is added. So the reaction in which the oxygen is added, such reaction is called as oxidation, and the reaction in which oxygen is removed, such reaction is called as reduction. In some cases, both oxidation and reduction take place in a simple reaction. A single reaction il thana oxidation and reduction nadakkum. Such type of reactions are called as oxidation reduction reaction allengil redox reaction. എന്ത് നമ്മൾ പറയും, ഇനി രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ചില കേസിൽ വരും. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയും redox reaction. എന്താണ്? Oxidation and reduction will be taking place in the same reaction. Such type of reactions are called as redox reaction. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? There are mainly two types of, here we are discussing about oxidation and reduction reaction. Oxidation reactions are those reactions in which oxygen is added, and reduction reactions are those reactions in which oxygen is removed. And if both the reaction take place in a single reaction, then such type of reactions are known as redox reaction or oxidation reduction reaction. Example, brown colored copper, when heated, it get converted into black color. It is because the atmospheric oxygen combines with copper to produce copper oxide. When we pass hydrogen gas through this copper oxide, it get converted back into copper. That means oxygen is removed from the reactant, and such type of reactions are known as reduction reaction. Clear with this? Now we will do some more example on this oxidation reduction reaction. We are going to discuss about some of the examples of redox reaction. What is redox reaction? The reaction in which both oxidation and reduction reaction taking place. So such reaction, the same example which we have given earlier. CuO plus H2. We told that when copper oxide, when we are passing hydrogen through it, we will get back the copper. So Cu plus H2O. Just check this reaction. Here you can see that CuO has lost its oxygen. Losing of oxygen means reduction. Losing of oxygen means reduction. Then you can see here hydrogen is added with one oxygen. ഇവിടെയുള്ള oxygen is adding with this hydrogen. So hydrogen undergo addition of oxygen. It is called oxidation. So what reaction is this? This is a redox reaction, or we can call it as oxidation reduction reaction. I think it's clear. Here copper oxide, in copper oxide it is losing its oxygen. Losing of oxygen is reduction, and addition of oxygen is oxidation. How we can say here, copper oxide is reduced to copper. It is reduced to copper, and hydrogen is oxidized to water. Hydrogen is oxidized to water. Another example is zinc oxide plus carbon gives zinc plus carbon monoxide. We will check the balancing of the equation. Here zinc 1, oxygen 1, carbon 1, carbon. So it is balanced. Here you can see that zinc oxide loses oxygen. In zinc oxide, oxygen is lost and it is converted into zinc, so it is reduced. What about the carbon? Carbon is added with one oxygen and new carbon dioxide is formed. So it has undergone oxidation, or we can say zinc oxide is reduced to zinc, or carbon is oxidized to carbon monoxide, and this is also an example for redox reaction. Next reaction is manganese dioxide react with hydrochloric acid to produce manganese chloride, chlorine and water. This we have to balance the equation. We will check how many manganese, one manganese.
How many oxygen? 2 oxygen. Here it is 1 oxygen, 2 hydrogen, here 1 hydrogen, here 2 hydrogen, here 1 chlorine, here 2 chlorine. So first we will give here 2 to balance this hydrogen and chlorine. Now we will check. MnO2 plus 2 HCl gives 2 hydrogen, 2 chlorine. Here 2 oxygen is there, but here only 1 oxygen. So we have to give here 2. So 2 oxygen, 4 hydrogen, here only 2 hydrogen. So what we have to do, we have to give here 4 hydrogen. So it should be 4 chlorine, here 2 plus 2, 4 chlorine. So the equation is balanced. Check again, 1 manganese, 1 manganese. 2 plus 2 chlorine, 4 chlorine, 4 chlorine. 2 oxygen, 2 oxygen. 4 hydrogen, 4 hydrogen. So the equation is balanced. So these are the 3 reactions in which the oxidation reaction. You can check here. Manganese. Manganese dioxide, manganese oxide loses its oxygen. It can combine with any other element. But here, what is that? It loses oxygen. So it has undergone reduction. So it loses oxygen means it undergone reduction. What happened to hydrogen? Hydrogen is added with 1 oxygen. So we can say that it has undergone oxidation. So this type of reactions are known as oxidation reaction, in which one reactant is losing its oxygen and it is called as reduced, and other one which is gaining oxygen, it is called oxidized. So these are some of the examples of oxidation reaction. Very simple. Now we are going to discuss some of the natural things, or we are daily seeing these type of oxidation reaction in our daily life. So we will go with that. Which are some of the oxidation reaction which is happening in our daily life? So we are going to discuss about some of the effect of oxidation in our daily life. നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കുറേ സംഭവങ്ങൾക്ക് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് വി ഹാവ് ആൻ അയൺ നെയിൽ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെ. അയൺ നെയിൽ, നമ്മുടെ ആണി, വി ആർ കീപ്പിംഗ് ഇറ്റ് ഔട്ട്സൈഡ് ഫോർ എ ലോങ് ടൈം. ഒന്നും വേണ്ട, നമ്മുടെ ഗേറ്റുകൾ ഇഫ് ഇറ്റ് ഇസ് മെയ്ഡപ്പ് ഓഫ് അയൺ ഒക്കെ ആണെങ്കിൽ നമ്മൾ പെയിൻറ് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ചില സൈഡിലൊക്കെ ഇത്തിരി പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ടോ, വി ക്യാൻ സീ ദെയർ എ ബ്രൗൺ കോട്ടിങ്. ഒരു ബ്രൗൺ കളർ കോട്ടിംഗ് ആണ് ഈ അയൺ മെറ്റീരിയൽസിൻ്റെ ഒക്കെ മുകളിൽ. വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ? എന്താ അവിടെ നടക്കുന്നത്? അപ്പോൾ നമ്മൾ പറയും അയൺ ഈസ് ഗെറ്റിംഗ് റസ്റ്റഡ്, അല്ലെങ്കിൽ അവിടെ റസ്റ്റിംഗ് നടക്കുക എന്ന് പറയില്ലേ. അയൺ എന്താണ് പറയുക? നമ്മൾ റസ്റ്റായി പോയി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ദ നെയിൽ ഇസ് ഗെറ്റ് റെസ്റ്റഡ്. ഇത് നമ്മൾ അധികം കാണാറുണ്ട്. നമ്മുടെ ചെറിയ സ്ക്രൂസ് ഒക്കെ അയണിൻ്റെ സ്ക്രൂസ് ആണ്. ഞാൻ ഇപ്പോൾ കാണുന്ന സ്റ്റീൽ ടൈപ്പ് അങ്ങനത്തെ സ്ക്രൂസ് അല്ല പറയുന്നത്. അയണിൻ്റെ നെയിൽസ്, പിന്നെ ഗേറ്റുകൾ, അയൺ കൊണ്ട് ഉണ്ടാക്കിയ ഒബ്ജക്ട്സ്, മെറ്റീരിയൽസ് ഒക്കെ എന്ത് കാണാൻ പറ്റും? വി ക്യാൻ സീ ദാറ്റ് ആഫ്റ്റർ സം ടൈം നമ്മൾ യൂസ് ചെയ്യാതെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് എ ബ്രൗൺ കളർ കോട്ടിംഗ് ഓൺ ഇറ്റ്സ് സർഫേസ്. ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ? ഈ അയൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെറ്റലാണ്. ഈ മെറ്റൽ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറും ഓക്സിജനും എല്ലാം കൂടെ കുറേ വെച്ചിട്ട് അത് റിയാക്ട് ചെയ്യും. ഇതിൻ്റെ മുകളിൽ റിയാക്ട് ചെയ്തിട്ട് ഇതിന് എന്ത് ചെയ്യണം? അവിടെ റിയാക്ഷൻ നടന്നിട്ട് എ പ്രൊഡക്റ്റ് ഇസ് ഫോംഡ്. അതാണ് ആ ബ്രൗൺ കളർ പൗഡർ അല്ലെങ്കിൽ ബ്രൗൺ കളർ കോട്ടിംഗ് എന്ന് പറയുന്നത്. So it is called as rusting of iron. It is an example of oxidation, that is iron combines with the atmospheric oxygen and it is producing iron oxide along with water. വാട്ടറും ഈ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ എല്ലാം കൂടെ ആകുമ്പം അയൺ ഈ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അയൺ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ അയൺ ഓക്സൈഡാണ് എന്തെന്ന് പറയാം? നമുക്ക് റസ്റ്റ് എന്ന് പറയാം. ഇത് അയണിൻ്റെ കാര്യത്തിൽ. ഇനി അതേപോലെ സിൽവറിൻ്റെ ഓർണമെൻറ്റ്സോ സിൽവറിൻ്റെ സ്പൂൺ, അങ്ങനെ സിൽവർ ആർട്ടിക്കിൾസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പോൾ അധികം യൂസ് ചെയ്യുന്ന സിൽവറിൻ്റെ ഇയറിങ്സ് ഉണ്ട്, ബ്രേസ്ലെറ്റ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ കുറേ കാലം യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഒരു ബ്ലാക്ക് കോട്ടിങ്. അതിൻ്റെ മുകളിൽ അതിൻ്റെ ആ ഫ്രഷ് ലുക്കൊക്കെ മാറിയിട്ടൊരു കോട്ടിങ് വരാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോപ്പർ വെസൽസ്, ഇപ്പോൾ കോപ്പർ വെസൽസ് വളരെ കുറവാണ്. പണ്ടുങ്ങളിലൊക്കെ യൂസ് ചെയ്ത കോപ്പർ വെസൽസ് കുറേ കാലം യൂസ് ചെയ്ത് എവിടെയെങ്കിലും ഡംപ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ഗ്രീൻ കളർ കോട്ടിംഗ് വിൽ ബി സീൻ ഓൺ ദിറ്റ്സ് ഔട്ടർ സർഫേസ്. വാട്ട് ഈസ് ഹാപ്പനിങ് ദിയർ? There also these metals are reacting with the atmospheric oxygen, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള കണ്ടൻറ്റിൻ്റെ പ്രസൻസിൽ, അതായത് എയറിൻ്റെയും വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, അതായത് നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഇവിടെ എന്ത് നടക്കുകയാണ്? ടാർണിഷിങ് നടക്കുകയാണ്. അവരുടെ ഒറിജിനൽ രൂപത്തിൽ നിന്നും ഇറ്റ് ഈസ് ഗെറ്റിംഗ് എന്ത് പറ്റും? നമുക്ക് അതിനെ പറയാം, നമുക്ക് എന്ത്
റസ്റ്റിംഗ് എന്നല്ല നമ്മൾ ഒരു അയൺ റസ്റ്റിംഗ് പറയും. ഹിയർ വി വിൽ കോൾ ഇറ്റ് ആസ് corrosion of metals take place. Here the corrosion of metals take place. So what is corrosion? A metal react with the atmospheric air, oxygen or acid. ഏതെങ്കിലും ആസിഡ്സിൻ്റെ അറ്റാക്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ചില ആസിഡ്സോ അറ്റാക്കിലൊക്കെ ഇത് സംഭവിക്കാം. And it get converted or it is getting corroded. And such process is known as corrosion. അപ്പോൾ എന്താണ് corrosion എന്നുള്ള കറക്റ്റ് ഡെഫിനിഷൻ നോക്കിക്കോളൂ. When a metal is attacked by substances around it such as moisture, acid, etc., it is said to corrode, and this process is called as corrosion. That is, when a metal is attacked by substances around it such as moisture, acids, etc., it is said to corrode, and this process is known as corrosion. സോ കൊറോഷൻ കോസസ് എ ഡാമേജ്. നമ്മുടെ കൊറോഷൻ ഭയങ്കര ഡാമേജ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പം ഈവൻ കാറിലൊക്കെ തന്നെ പെയിൻറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. അവിടെ പെയിൻറ്റ് ചെയ്യുന്നത് ചെറിയ പെയിൻറ്റോ സ്ക്രാച്ചൊക്കെ വീണ് കഴിഞ്ഞിട്ട് നമ്മളത് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ചെറിയ ചെറിയ കൊറോഷൻസ് വരാറുണ്ട്. മെറ്റൽസിൽ, റെയിൽവേ ട്രാക്സിൽ, അങ്ങനെ ഡെയിലി ലൈഫിൽ കൊറോഷൻ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഈവൻ നമുക്കാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇപ്പോൾ ബ്രിഡ്ജസ് പറയാറില്ലേ, അവിടെ കൊറോഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന കമ്പികൾക്ക് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലേ. സോ വേൾഡിൽ തന്നെ ഈ കൊറോഷന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് ഓഫ് മണി തന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ കൊറോഷൻ ഇല്ലാണ്ടാക്കാനും അതിനൊക്കെ. അപ്പം നമ്മൾ കാണുന്ന കുറേ ഈവൻ ഷിപ്സിൻ്റെ ബോഡി, ഷിപ്പുകൾ ഉണ്ടാക്കുന്ന ഒക്കെ മെറ്റൽസ് വെച്ചിട്ട്, അപ്പോൾ മെറ്റൽസിലൊക്കെ ഈ കൊറോഷൻസ് കാണാറുണ്ട്. നെക്സ്റ്റ് കംസ് കൊറോഷൻ പോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരാളാണ് റാൻസിഡിറ്റി. വാട്ട് ഈസ് ദിസ് റാൻസിഡിറ്റി? നമ്മൾ അധികം യൂസ് ചെയ്യാത്ത വാക്കാണ്, പക്ഷേ നമുക്കിത് നന്നായിട്ട് അറിയാം എന്താണ് റാൻസിഡിറ്റി. അപ്പോൾ എന്താണ് ഈ റാൻസിഡിറ്റി? ഇത് നമ്മൾ അധികവും കാണുന്നതാണ്. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ കുറച്ച് കറിയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കറി ഓർ എനി സ്നാക്സൊക്കെ നമ്മൾ ഓയിലൊക്കെ നല്ലോണം ഫ്രൈ ചെയ്തിട്ടുള്ള സ്നാക്സാണ്. അപ്പം നമ്മളത് ഇന്നാണ് ഉണ്ടാക്കി വെച്ച് ഒരു 2 days പുറത്ത് വെച്ചു. നമ്മൾ ഉപയോഗിക്കാൻ മറന്നു പോയിട്ടോ അല്ലെങ്കിൽ പുറത്ത് വെച്ചു, അങ്ങനെ എയർ ടൈറ്റ് കണ്ടെയ്നറിലൊന്നുമല്ല, നോർമലി ഒരു പ്ലേറ്റിലെങ്ങാണ്ടോ വെച്ച് പുറത്ത് വെച്ചു. ഒരു 2 days കഴിഞ്ഞാൽ അതെടുക്കുമ്പോൾ വി വിൽ ഫീൽ ബാഡ് സ്മെൽ, അല്ലെങ്കിൽ അത് കഴിച്ചു നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഫ്ലേവറിൽ ചേഞ്ച് വരും അല്ലേ? എന്തുകൊണ്ടായിരിക്കും? അതിനാണ് നമ്മൾ റാൻസിഡിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെൻ ഫുഡ് വിച്ച് ആർ പ്രിപ്പയർഡ് ഇൻ ഫാറ്റ്സ് ഓർ ഓയിൽസ് വെൻ കെപ്റ്റ് ഫോർ സം ടൈം. അതായത് നമ്മളത് വെക്കുകയാണ് പുറത്ത്, ഫാറ്റ്സും ഓയിലും വെച്ചിട്ട് നമ്മളതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പുറത്ത് വെച്ചു, അറിയാതെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലൊന്നും വെക്കാതെ വെച്ചപ്പം ഇറ്റ് ഗെറ്റ് ഓക്സിഡൈസ്ഡ്. ഇതിലുള്ള ഫാറ്റും ഓയിൽസൊക്കെ എന്ത് പറ്റും എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇറ്റ് ഗെറ്റ് എന്ത് ചെയ്യും? ഓക്സിഡൈസ്. ആ ഒരു ഓക്സിഡേഷൻ അവിടെ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു എന്ത് വരുന്നത്, ഒരു ബാഡ് സ്മെല്ല് അല്ലെങ്കിൽ ആ ഫ്ലേവറിൽ ഒരു ചേഞ്ച് വരുന്നത്. അപ്പം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് ആൻറ്റി ഓക്സിഡൻസ്, അതായത് ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഇത് മെറ്റീരിയൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്യുന്നത്. അത് നമുക്ക് കാണാം, നമ്മൾ ഈ വാങ്ങുന്ന ക്യാൻഡ് ഫുഡ്സിലൊക്കെ നിങ്ങൾക്ക് കാണാം ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ ആൻറ്റി ഓക്സിഡൻസ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കെമിക്കൽസ് ആഡ് ചെയ്ത് എന്ത് പറ്റില്ല, അവിടെ ആ ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ചസോ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇനി അതുമല്ല, നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല സ്റ്റോർ ചെയ്തു നല്ല കണ്ടെയ്നേഴ്സിൽ അടച്ച് വെച്ചാൽ, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾസോ വി ക്യാൻ, നമുക്ക് കുറച്ചു കാലമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് റാൻസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റാൻസിഡിറ്റി പറഞ്ഞാൽ വെൻ ഫുഡ് or when fats and oils are kept for some time, it get oxidized and it is said to be rancid. അതെന്തായിട്ടുണ്ടാവും? റാൻസിഡ് എന്ന് പറയും. ആ ഒരു ഫ്ലേവറും ടേസ്റ്റിനൊക്കെ ചേഞ്ച് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റാൻസിഡിറ്റി എന്നും പറയും. So with this we come to the end of this lesson. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ലെസണിലുള്ള വളരെ സിമ്പിളാണ്. ഓരോ ടേം എടുക്കുമ്പോഴും നമുക്കത് ബൈ ഹാർട്ടാണ്, കാരണം ആ ബേർഡൻ തന്നെ എല്ലാം ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു ഇതിൽ പഠിച്ചത്? നമ്മൾ കുറേ റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ബാലൻസിൻ്റെ കെമിക്കൽ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത്രയും എടുത്ത കാര്യം നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യം കമൻറ്റ് സെക്ഷനിൽ ഇട്ടേക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ടെക്സ്റ്റിലെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓവറോൾ റിവിഷൻ പോലെ, അതായത് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോർഡ് എക്സാമിന് ചോദിച്ചതുമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും വെച്ചിട്ടുള്ളൊരു വീഡിയോയും കൂടെ ചെയ്യും. ഓൾമോസ്റ്റ് നമുക്ക് പറ്റണ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളെല്ലാം അതൊന്ന് ചെയ്യും. അങ്ങനെ ഈ ഒരു ലെസൺ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വി വിൽ ഗോ വിത്ത് ദ നെക്സ്റ്റ് ലെസൺ. സോ നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിലിട്ടൊക്കെ. താങ്ക് യു.